Hi guys, welcome back to my channel. ഞാൻ ഇന്നിവിടെ ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയ സ്പഞ്ച് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത്. അപ്പോൾ ഈ കേക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ, ബട്ടർ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ ഈ കേക്ക് ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്ന ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് ഓവൻ ഉപയോഗിച്ചിട്ടും ഒന്ന് ഓവൻ ഉപയോഗിക്കാണ്ടുമാണ്. സ്പഞ്ച് കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഒരു പാനിലേക്ക് 30 ml പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 30 ml ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെക്കാം. ഞാൻ ഇവിടെ ഒരു ബൗളിൽ 3 മുട്ടര മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ടര വെള്ളയിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടര വെള്ളം എടുത്തു വെച്ച പാത്രത്തിൽ ഒരല്പം പോലും മുട്ടര മഞ്ഞ ആവാണ്ട് ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ മുട്ടര മഞ്ഞ ആയില്ലെങ്കിൽ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. മീഡിയം സ്പീഡിലാണ് ബീറ്റ് ചെയ്യേണ്ടത്. എഗ് വൈറ്റ് ഫ്ലഫി ആയി തുടങ്ങുമ്പോൾ തന്നെ 100 ഗ്രാം പഞ്ചസാര ഇതിലേക്ക് കുറച്ചായി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിഫ് പീക്ക് കിട്ടുന്നവരെ മുട്ടര വെള്ളം ബീറ്റ് ചെയ്യണം. ഇനി മുട്ടര മഞ്ഞ ഓരോന്നായി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി 90 ഗ്രാം മൈദ അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഞാൻ 3 ഭാഗമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ബാറ്ററിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഓയിലും പാലും മിക്സിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ബാറ്റർ ഫോൾഡ് ചെയ്തെടുക്കാം. സ്പഞ്ച് കേക്കിന്റെ ബാറ്റർ റെഡിയായി. ഇതേപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവല്. കേക്ക് പാനിൽ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കാം. ബാറ്റർ ഇനി കേക്ക് പാനിലേക്ക് മാറ്റാം. ഇനി പാന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് പോവാൻ വേണ്ടിയിട്ട്. ഇനി സ്പൂണിന്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലത്തെ ഒരു സ്റ്റീൽ സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മൂടി കൊണ്ട് ഒരു 5-10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത് നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പാന് പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കേക്ക് ബാറ്റർ വെക്കാം. പാനിൻ്റെ മുകളിൽ ഒരു ക്ലോത്ത് വിരിച്ചിട്ട് ഇതുപോലെ അടച്ചു വെക്കാം. ഇനി ഇതൊരു 25 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെക്കാം. 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കൂളിംഗ് ട്രേയിലേക്ക് മാറ്റാം. വൺ 170 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇതേ അളവിൽ ഞാനൊരു കേക്ക് വെച്ചിട്ടുണ്ട്. കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. 25 മിനിറ്റ് ആണ് ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചത്. സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയ സ്പഞ്ച് കേക്ക് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.